നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫൈവ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ ഒരുപാട് ഈ റിലേഷന്റെ കാര്യത്തിൽ ടെൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് സത്യത്തിൽ ചില സമയത്ത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ അവര് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇവിടെ ഫ്യൂച്ചറിൽ നല്ലൊരു റിലേഷനായി തീരും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ അവർ കോൺഫിഡൻസോട് കൂടിയല്ല ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഡൗട്ട് അവരുടെ മനസ്സിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ റിലേഷൻ നിൽക്കുന്നുണ്ടാവില്ല. ചില സമയത്ത് ഈ റിലേഷനിൽ നിൽക്കും, ചില സമയത്ത് ഗോസ്റ്റ് ചെയ്ത് പോവും, വീണ്ടും വരും. കാരണം അവർക്ക് ഈ റിലേഷൻ വിട്ടു പോകാനും പറ്റുന്നില്ല. എന്നാൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസും അവർക്കില്ല. ഓക്കെ, ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ മനസ്സിൽ ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഡൗട്ടുകളുണ്ട്. അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇഷ്യൂസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു ഫാമിലി ലൈഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് പോവാൻ നന്നായിട്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം, മാനസികമായിട്ട് അവർ അനുഭവിക്കുന്ന ടെൻഷൻ, ഇതൊന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ തന്നെ വെച്ച് അവർ അതേക്കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടെൻഷൻ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്യുമ്പം അവർ ഈ റിലേഷൻ മാറിപ്പോവും. ഓക്കെ, വീണ്ടും അവർ വരും. കാരണം അവർക്ക് ഈ റിലേഷൻ വിട്ടു പോകാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഫ്യൂച്ചർ ലൈഫ് എന്തായി തീരും എന്നുള്ള ടെൻഷൻ അവർക്ക് ഉണ്ടതാണ്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് നിങ്ങളോട് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. സ്നേഹവും ബോണ്ടിങ്ങും കണക്ഷനും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ ഇവരെ ഈ ഒരു പ്രശ്നം അലട്ടുന്നത് കൊണ്ട് ഈ സ്നേഹം നിങ്ങൾക്ക് ചിലപ്പോൾ പല സമയത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ആ ഫീൽ ചെയ്യുന്ന പോലെ അവർ നിങ്ങളോട് അത് തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അവരുടെ ആ ടെൻഷൻ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ടാവുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് അവർ ആ ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം പുറത്ത് കാണിക്കും. പലപ്പോഴും മെജോറിറ്റി ടൈമും അവരത് ഹൈഡ് ചെയ്ത് നിർത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് തന്നെ ഈ റിലേഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് പോകാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷനോട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് അത്രയും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരുപാട് സമയമെടുത്ത് അവരുടെ മനസ്സിലുള്ള ഈ ഒരു ഇഷ്യൂസ് ഒക്കെ തുറന്ന് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ചില സമയത്ത് അതിനുള്ള ഒരു സേഫ് ഫീലിങ്സ് അവർക്ക് വരുന്നില്ല. അതായത് നിങ്ങളോട് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടൈം അവർക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ ടൈം കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു നിങ്ങളോട് നേർക്ക് നേരെ ഇരുന്ന്, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണുന്ന ഒരു ടൈമാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഫോണിലൂടെ പറയാതെ നേരിട്ട് സംസാരിക്കണം, നേരിട്ട് അവരുടെ ഇഷ്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അങ്ങനെ അത് ഷെയർ ചെയ്താൽ കൂടുതൽ അവർക്ക് നിങ്ങളോടൊരു കംഫർട്ട് ഫീൽ ചെയ്യും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്.
അവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവും തന്നെയാണ് കാണിക്കുന്നത്. ചില സമയത്ത് ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഇനി നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സമയത്ത് അത് നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യണം. നിങ്ങളോട് അവരെ ഈ ഇഷ്യൂ ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള അവരുടെ പേടി. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നിന്റെ കൂടെ ഞാനൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും, എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുവാണെങ്കിൽ അവർക്ക് ഒരുപാട് റിലീഫ് ആവും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് റിലേഷനിൽ നിൽക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ റിലേഷനിൽ മാറിപ്പോകുന്നത് എന്നുള്ളതായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളോട് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മനസ്സിലുള്ള ഈ ഒരു സെൽഫ് ഡൗട്ടുകളാണ് ഈ റിലേഷനിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. മെസ്സേജസ് ഓഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ലവ് മെസ്സേജസ് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓപ്പണിംഗ് അപ്പ് എന്നാണ് കാണിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മാനസികമായിട്ട് അവരനുഭവിക്കുന്ന ടെൻഷൻസ് ഒക്കെ നിങ്ങളോട് തുറന്നു പറയാൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തിരികെ റിലേഷനിലോട്ട് വരുന്ന സമയത്ത് അവർ ആ കാര്യങ്ങൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവര് വരില്ല, അല്ലെങ്കിൽ റിലേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളെ റിലേഷനിൽ നിന്ന് മാറിപ്പോകേണ്ട സിറ്റുവേഷൻ ഇല്ല. അവർ ഈ റിലേഷനോട് തിരികെ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം കേട്ടോ. മൂലം, രോഹിണി, ചിത്തിര, ലെറ്റർ ബി, 1985, 1989, പൂരം, ലെറ്റർ ഇ, ലെറ്റർ ഒ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.